പൊന്നാനിക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് എം.കെ. സക്കീർ എന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ സമഗ്രമായ പരിശോധനയും പ്രാദേശികമായ വിലയിരുത്തലും നടത്തും. അതിന്റെ ഭാഗമായി ഏറ്റവും മികവാർന്ന സ്ഥാനാർത്ഥിയെയാണ് പൊന്നാനിക്ക് ലഭിച്ചത്. പൊന്നാനി മാസ് കമ്മ്യൂണിറ്റി ഹാളിൽ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ. വിജയരാഘവൻ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നയാളാണ് അഡ്വക്കേറ്റ് എം.കെ. സക്കീർ. മാറഞ്ചേരി മുക്കാല ഗവൺമെന്റ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ SFI താലൂക്ക് കമ്മിറ്റി അംഗമായും പൊന്നാനി MES കോളേജിൽ SFI യൂണിറ്റ് പ്രസിഡന്റായിരിക്കെ വിജയിച്ച് UEC ആയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പൊന്നാനിക്ക് പരിചയപ്പെടുത്തേണ്ട സാഹചര്യമില്ല. യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന എം.കെ. സക്കീർ 11 വർഷം ലോക്കൽ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച സക്കീർ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനാണ്. കുത്തഴിഞ്ഞു കിടന്നിരുന്ന PSCയെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാക്കി മാറ്റിയെടുത്തത് അഡ്വക്കേറ്റ് എം.കെ. സക്കീറിലെ ഭരണ മികവിനെയാണ് വെളിപ്പെടുത്തുന്നത്. വഖഫ് ബോർഡ് ചെയർമാനായി പാർട്ടി ചുമതലപ്പെടുത്തിയപ്പോഴും അതും ചിട്ടയോടെ കൊണ്ടുപോകുന്നതിന് അഡ്വക്കേറ്റ് എം.കെ. സക്കീറിന് സാധിച്ചു. ഈ ചുമതലകളൊക്കെ വഹിച്ച ഒരാൾ LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്നത് ജനസ്വീകാര്യത വർദ്ധിപ്പിച്ചു. പാർട്ടി നൽകിയ ചുമതലകളൊക്കെ വഹിക്കുമ്പോഴും സാധാരണക്കാരനായി ജനങ്ങളുടെ മുന്നിലെത്തിയത് അദ്ദേഹത്തിന്റെ ലാളിത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇതിനെതിരെ നടത്തുന്ന നുണപ്രചാരണങ്ങളൊന്നും വിലപ്പോകില്ല. വർഗീയതയെ കൂട്ടുപിടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നാടല്ല പൊന്നാനി. വളർച്ചയുടെ പാതയിലായ പൊന്നാനിക്ക് തിരക്കുകൾ അഭിമാനമാണെന്നും പൊന്നാനിയുടെ വളർച്ച തിരക്കു വർദ്ധിപ്പിക്കുന്നു, അത് നാടിന് നല്ലതല്ല എന്ന നുണപ്രചരണങ്ങൾ വിലപോകില്ലെന്നും എ. വിജയരാഘവൻ പറഞ്ഞു. പ്രതിനിധിയായി നിയമസഭയിലെത്തിയാലും ഏറ്റവും ശരിയായി തന്റെ ചുമതലകൾ നിർവഹിക്കുന്ന സഖാവായിരിക്കുമെന്ന ഉത്തമ വിശ്വാസമാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥിത്വത്തിലുള്ളത്. അത് പൊന്നാനിക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലാകെ നമ്മുടെ പാനലിനെ നോക്കുമ്പോൾ, ആ പാനലിലെ വ്യക്തികളെ നോക്കുമ്പോൾ വഖഫ് ബോർഡ് ചെയർമാനും PSC ചെയർമാനും ഒക്കെ ആയി സ്തുത്യർഹമായ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരാൾ ആ പാനലിൽ ഉണ്ട് എന്നത് കേരളത്തിലെ ഇടതുപക്ഷ പാനലിനെ നല്ല നിലയിൽ ജനസ്വീകാര്യത ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതെല്ലാം വെച്ചാണ് നമ്മൾ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായിട്ട് എം.കെ. സക്കീറിനെ നിശ്ചയിച്ചിട്ടുള്ളത്. എനിക്കുറപ്പുണ്ട്, പൊന്നാനിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സക്കീറിനെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് വളരെ ജാഗ്രതായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇടതുപക്ഷത്തെ പിന്നിൽ നിന്നും കുത്തിമലർത്താൻ പലതരം ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു ചരിത്ര സന്ദർഭമാണ്. എല്ലാ വർഗീയതകളും സംയോജിപ്പിച്ച് ഇടതുപക്ഷ മുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്ത്യയിലെ എല്ലാ വലതുപക്ഷവും ഒരുമിക്കുന്ന ചരിത്ര സന്ദർഭമാണ്. നമ്മുടെ രാജ്യത്തിലെ ഭരണവർഗം അതിന്റെ കണ്ണിലെ കരടായി കാണുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണ തുടർച്ച ഉണ്ടാക്കരുത് എന്നുള്ളതിലേക്കുള്ള ഗൂഢാലോചന നടക്കുന്ന കാലമാണ്. ആ എല്ലാ ഗൂഢാലോചനകളെയും അതിജീവിച്ചുകൊണ്ട് 1957 പണ്ഡിറ്റ് നെഹ്റുവിന്റെ മുന്നിൽ ചെങ്കോട് ഉയർത്തി EMS നമ്പൂതിരിപ്പാട് നടന്ന വഴികളിലൂടെ പിൽക്കാല ചരിത്രം രചിച്ച ഈ കേരളം മൂന്നാമതും ഇടതുപക്ഷ ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ചരിത്രത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുമെന്ന് ഉറപ്പിക്കേണ്ട ഒരു സന്ദർഭമാണിത്. കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ കള്ളപ്പണം ഒഴുക്കാനും വർഗീയത പ്രചരിപ്പിച്ചും കേരളത്തിന്റെ ഭരണ മികവിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വലതുപക്ഷ രാഷ്ട്രീയം നടപ്പാക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെ തോൽപ്പിക്കുന്ന ജനവിധിയാണ് കേരളത്തിലും പൊന്നാനിയിലും ഉണ്ടാകുകയെന്ന് PP സുനീർ പറഞ്ഞു. പൊന്നാനിയിലെ മണ്ണ് എന്നും ഇടതുപക്ഷത്തോടൊപ്പമായിരിക്കുമെന്നും തുടർന്നും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കുമെന്നും പരിപാടിയിൽ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച പാലോളി മുഹമ്മദ് കുട്ടി അഭിപ്രായപ്പെട്ടു. പുരോഗതിയിലേക്ക് വളരെ വേഗം നീങ്ങുന്ന ഒരു നാടാണ് കേരളം. 20 വർഷമായി പൊന്നാനിയിലുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ പൊന്നാനിയെ തന്നെ മാറ്റിമറിച്ചത് ഇടതുപക്ഷത്ത് നിന്നതിനുള്ള തെളിവാണ്. എല്ലാ മേഖലയിലും വികസനം ഉറപ്പുവരുത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവരാണ് ഇടതുപക്ഷം. എന്നാൽ ഈ നേട്ടങ്ങളെ ഇകഴ്ത്തി കാട്ടാനാണ് സർക്കാരിനെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നതെന്നും പാലോളി മുഹമ്മദ് കുട്ടി അഭിപ്രായപ്പെട്ടു. LDF സർക്കാരാണ് പൊന്നാനിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. പൊന്നാനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വീണ്ടും ഒരു ചരിത്രം ആവർത്തിക്കണമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം.കെ. സക്കീർ പറഞ്ഞു. P. നന്ദകുമാർ MLA അധ്യക്ഷനായി. P.K. കൃഷ്ണദാസ്, P. ശ്രീരാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് P.K. ഗലീമുദ്ദീൻ എന്നിവർ സംസാരിച്ചു.